ദേ അവിടേക്ക്. കല്യാണി വാ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വിളിക്കാം. അവിടെ കേമി ഇവിടെ എന്താടി ഇപ്പൊ നിന്റെ ബോധക്കിടക്ക് പോയാ? നേരത്തെ നിന്റെ റോള് കൃത്യമായിട്ട് കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് റീവൈൻഡ് ചെയ്തേ കേട്ടാ. നിന്റെ വായിന്ന് വന്ന നുരയും പതയും കൈകാലിട്ട് അടിച്ചതൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ. കാണിക്കടി കാണിക്കടി. മോളെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലും കള്ളത്തോടെ ഒപ്പിക്കുന്നു. ആ അപ്പം മോള് വിശ്വസിച്ചില്ല എന്നെ. ഇത് മോശമായി പോയി വീണേ. ഇവിടെയുള്ളവർക്ക് മനുഷ്യത്തുള്ളത് കൊണ്ട് നിന്നെ ഈ അവസ്ഥയിൽ കണ്ട പ്രതികരിക്കില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ മുതലെടുക്കാൻ തോന്നുന്നുണ്ടല്ലോ നിനക്ക്. മക്കൾ ഇപ്പൊ ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിലോ? ആ ഇന്നും നാളെയൊക്കെ മരണത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നു പറഞ്ഞു ഇവിടെ നമ്മളെയൊക്കെ മുൾമുനയെ നിർത്തുമായിരുന്നില്ലേ? എടി എങ്ങനെയാടി ഇത്രയും അന്തസ്സില്ലായ്മ ഉണ്ടാവുന്നത്? എവിടെന്നാ നിനക്ക് ഈ ചീഞ്ഞ ബുദ്ധിയൊക്കെ കിട്ടുന്നത്? ഓ നീ പിന്നെ അഭിനയിക്കാൻ അറിയാവുന്ന ആളാണല്ലോ. എങ്ങനെ വേണമെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കുമല്ലോ. ആരെ വേണമെങ്കിലും വിശ്വസിപ്പിക്കാം. എന്തായാലും കൊള്ളാം. കുട്ടികളെ നിങ്ങളെ ഞാനിപ്പോ സമ്മതിച്ചു തരണ്ടേ. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം ഇവിടെ മുടക്കാൻ നോക്കിയത്. ആ എന്തായാലും ഇവിടെ പ്ലാൻ നിങ്ങളങ്ങ് മുടക്കിയല്ലോ. ആ രണ്ടിനെ ഞാൻ കാണിച്ചു തരാം. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് അതിന്റെ ദേഷ്യം പിള്ളേരോട് കാണിച്ചാലുണ്ടല്ലോ ഒന്നുകളയും ഞാൻ. എങ്ങോട്ട്? അതെ ഇന്നത്തെ ദിവസം ഈ ഒരു അവസരം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോടി. ഇവിടെയുള്ളവർക്ക് ഇനിയെങ്കിലും മനസമാധാനത്തോടൊന്ന് ഉറങ്ങണം. അതുകൊണ്ട്
ഇനി നീ ഇവിടെ കിടക്കണ്ട കേട്ടോടി. വാ ഇവിടെ വാടി. വരാൻ. ഇവിടെ വാടി. വാടി ഇവിടെ. വാ. അങ്ങോട്ട് ഇറങ്ങടി. ഇനി നിനക്ക് അഭിനയിക്കാനുള്ളതൊക്കെ പുറത്ത് നിന്ന് തന്നെ അങ്ങോട്ട് അഭിനയിച്ചോ. എന്നിട്ട് ഇവിടെ തന്നെ എവിടെയെങ്കിലും കൂടി ചുരുണ്ടു കൂടിക്കോ കേട്ടോടി. ഇപ്പോഴത്തെ അഭിനയത്തിന് നിനക്ക് സംസ്ഥാന അവാർഡ് തരേണ്ടതാ കേട്ടോടി. നശിക്കാനെ കൊണ്ട് ഇനി നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോകരുത്. കേട്ടാലുണ്ടല്ലോ ഈ പറമ്പിൽ നിന്ന് തന്നെ പുറത്താക്കും. ആ കണ്ടിട്ട് ഞാൻ വല്ലാതെ പേടിച്ചു. അതാണല്ലോ അവളുടെ വിജയം. കുഞ്ഞുങ്ങൾ ഈ കാഴ്ച കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഞങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ വീണാമ്മ അകത്തേക്ക് കയറി വന്നു. ഞങ്ങള് പേടിച്ചവിടെ ഒളിച്ചിരിക്കായിരുന്നു. നന്നായി മക്കളെ. ഒരു കാര്യം ഞാൻ ഇന്നത്തോളം പറയാം. ആരൊക്കെ തടസ്സം നിൽക്കാൻ നോക്കിയാലും നാളത്തെ കല്യാണം മുടങ്ങില്ല. അതെ, അത് ഈശ്വര നിശ്ചയമാ. ഭഗവാനെ, ഇന്നത്തെ ഈ ദിവസം കഴിഞ്ഞാലെങ്കിലും ഒരാശ്വാസം കിട്ടുമോ? അമ്മേ, നീ റെഡിയായോ? വാ, എന്ന് ഇറങ്ങാം. ഏട്ടൻ എവിടെയാണെന്ന് ഒരറിവില്ലല്ലോ. കാണാത്തപ്പോൾ എന്തോ വല്ലാത്തൊരു പേടി. എവിടെയായാലും ഇന്ന് ഈ കാര്യം കഴിയുന്നത് വരെ അവനെ തടഞ്ഞു നിർത്താൻ ദൈവത്തിന് തോന്നട്ടെ. ഇറങ്ങാം ശരവണ. ഞാനും നീയും രാമകൃഷ്ണേട്ടനുമായി ഒരു കാറിൽ ആദ്യം അങ്ങ് പോവാം. ശരിയമ്മ. അവിടെ നമ്മൾ ചെന്ന് എല്ലാം സെറ്റ് ചെയ്യുമ്പോഴേക്കും നിത്യയും ഹരിയും അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ. அப்படியாகட்டும் அம்மா. பயந்தா எப்படி அம்மா? நம்ம தைரியமா இருக்க வேண்டாமா? ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. തോറ്റുപോയാ അത് മരണത്തിന് തുല്യമാണ്. அம்மா போகலாமா? வா. ആ സുജാതെ, രാമകൃഷ്ണേട്ടാ, നമുക്ക് ഇറങ്ങാം സുജാതെ. അവരെല്ലാവരും കൂടി ഇങ്ങ് വരട്ടെ. അല്ല, യുവതിമോള് അവരുടെ കൂടെ ഇങ്ങ് വരില്ലേ? വരാം. സുജാതെ, പ്രാർത്ഥനയാണ് ലോകത്തെ ഏറ്റവും വലുത്. നമ്മുടെ പേടികളൊക്കെ മാറ്റാൻ അതുകൊണ്ട് സാധിക്കും. മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക. ബാക്കിയെല്ലാം ആ തീരുമാനത്തിൽ അങ്ങ് വിട്ടേക്കുക. കേട്ടോ? സമാധാനായിട്ടിരിക്കുക. വാ. നിത്യമോളെ, മോളെ അമ്മ ഇറങ്ങുകയാണ്. ഞാനും വരുന്നുണ്ട്. ശരവണ, നീ എങ്ങോട്ടാ വരുന്നേ? ഈ വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞേറി പോയാൽ നിനക്ക് നാണവും മാനവും ഒന്നും ഇല്ലേ? കയറി പൊടിയാത്ത്. ഈ വണ്ടിയെ ഞങ്ങൾക്ക് പോകാനുള്ളതാ. മനസ്സിലായോ നിനക്ക്?
എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുന്ന ജീവൻ പോലും രക്ഷപ്പെട്ടു കാണും. ഇനി എന്തായാലും രജിസ്ട്രേഷൻ നടക്കും. ഇനി എന്ത് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും? ഞാനങ്ങനെ ചെയ്താൽ ആരാണ് സഹിക്കുക? എല്ലാം അവസാനിപ്പിക്കാമെന്ന് നിത്യയ്ക്കൊരു വാക്ക് കൊടുക്കാൻ പോലും ആവുന്നില്ലല്ലോ. അതിനും തോറ്റു പോവുകയാണല്ലോ. ടീച്ചറമ്മേ, അച്ഛാ, വാ നമുക്ക് പോവാം. ഒന്ന് വേഗം വാ. നിത്യ കേറ്. അച്ഛൻ എന്നോട് പറഞ്ഞു ഹരിയേട്ടൻ്റെ ഒപ്പം കയറാൻ. ഇറങ്ങാനൊന്നും പറയണ്ട, ഞാൻ ഇറങ്ങില്ല. ഇവളെന്ത് ചെയ്യാനാ? കൂടി വന്ന വിവാഹം മുടക്കും. അത് തന്നെയാണല്ലോ എൻ്റെ നിത്യയുടെ ആവശ്യം. നിത്യ കയറിക്കോ. മുഹൂർത്തമൊന്നും തെറ്റിയിട്ടില്ലല്ലോ ഹരിയേട്ട. എല്ലാം നന്നായി നടക്കേണ്ടതല്ലേ? നിന്റെ പ്രാർത്ഥന അങ്ങനെ ആയതുകൊണ്ട് എല്ലാം നന്നായിട്ട് നടക്കും. നിത്യ കയറിക്കോ. ഹരി, അല്പം പതുക്കെ പോയാൽ മതി. അതെന്താ, രജിസ്റ്റർ ഓഫീസിൽ സമയത്തിനെത്തണ്ടേ? അതോ നിത്യക്ക് താല്പര്യമില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട. ഈ വഴിവക്കിലൊക്കെ ഒരുപാട് ശബ്ദങ്ങളുണ്ടാവും. അതിലൊന്നും താൻ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. നിത്യാമ്മേ, കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. പാർട്ടി ഇല്ലേ? ആ പാർട്ടി വേണം, പാർട്ടി വേണം. അച്ഛാ, ഞാനൊരു ഹോട്ടലിൽ പറയാം, നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ? ഈ കല്യാണം നടക്കാൻ പാടില്ല. ഇപ്പൊ കൈവിട്ട് പോയോ എന്നേക്കുമായി കൈവിട്ട് പോകും. വണ്ടി ഒന്ന് നിർത്തിയേ, ഛർദിക്കാൻ വരുന്നു എനിക്ക്. താനിത് എങ്ങോട്ട് പോവുക? നോക്കണ്ടേ? നിത്യേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതൊക്കെ ചുമ്മാ കാണിക്കുന്നതാ. ഇന്നലത്തെ കാര്യങ്ങളൊന്നും മറന്നു പോണ്ട. ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്തിയത് ഓർമ്മയില്ലേ? വീണാമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ വീണാമ്മ ഇവിടെ കിടക്കട്ടെ, നമുക്ക് പോവാം. നിത്യാമ്മേ, സുജാത അമ്മൂമ്മയൊക്കെ നമ്മളവിടെ കാത്തിരിക്കുമല്ലേ, നമുക്ക് അവിടെ പോവാം. ഒരാൾക്ക് വയ്യാതായ നമ്മൾ കുറച്ച് മര്യാദയ്ക്ക് കാണിക്കണം.
വീണേ നിനക്ക് ചായ വല്ലതും കുടിക്കണോ? ഹരിയേട്ട എനിക്ക് വെള്ളം വേണം. എന്നാ ചെന്ന് വണ്ടി കയറ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറാം. ചില നേരത്തെ ദുഷ്ടന്മാർ നല്ല ഫലം ചെയ്യുമെന്ന് പറയാറുണ്ട്. ഇവളെ കൊണ്ടാണ് കല്യാണം മുടങ്ങുന്നതെങ്കിലേ അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ? വാ കേറ്. പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിള്ളേരെ കാണുന്നില്ലല്ലോ. சார் நான் ஹரி சாரை கூப்பிட்டு கொஞ்ச நேரத்துக்குள்ளே வரும்னு சொல்லியாச்சு. ഓ ഹരി, നിത്യ അവരുടെ ആളുകളല്ലേ? അതെ. ഒരാൾ ആധാർ കാർഡുമായിട്ട് രജിസ്ട്രേഷന്റെ കാര്യങ്ങൾക്ക് അകത്തേക്ക് വരണം. ഓ സുജാതെ, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ശരി. என்னம்மா என்னம்மா ஒரு மாதிரி இருக்கு? ജീവനെ കുറിച്ച് ഓർത്തിട്ടാ. അവനെ കാണാതായ നിമിഷം മുതൽ വല്ലാത്തൊരു ടെൻഷനാ. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല്. ഇന്ന് രാവിലെ ഞാൻ കുറേ നേരം പൂജാമുറിയിലിരുന്നു, ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടും ഒരു സമാധാനവും കിട്ടുന്നില്ല ശരവണ. அம்மா அவர் எங்கே போயிருக்குன்னு எனக்கு தெரியாதம்மா. ஆனா ஒரு நிம்மதி இருக்கு. இந்த ரெஜிஸ்ட்ரேஷன் முடிஞ்சதுக்கு அப்புறம் தான் அவர் வரும், இல்லையம்மா? ജീവൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും രജിസ്ട്രേഷൻ നേരെ ചൊവ്വേ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. என்னம்மா அந்த வீணை பற்றி நினைச்சிட்டா? அது அம்மாவனு ஹரிசாரன் டீல் பண்ணிடுவோம்மா. ഈ വീണയെക്കുറിച്ച് ഓർത്തല്ല എൻ്റെ പേടി, നിത്യയെക്കുറിച്ച് ഓർത്താ. അവൾ ഇപ്പോഴും മാനസികമായി തയ്യാറായിട്ടില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, അവളുടെ മനസ്സിൽ ജീവനിപ്പോ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാ. വേറൊന്നും വേണ്ട, അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അവളൊന്ന് തിരിച്ചറിയെങ്കിലും വേണം. அம்மா பயப்படாதீ அம்மா. நித்யா மேடத்துக்கு எல்லாம் தெளிவாக தெரியும். இந்த ரெஜிஸ்ட்ரேஷன் முடியும் வரைக்கும் ஜீவசாரம் வராது. ആര് പറഞ്ഞു ശരവണ ഞാൻ വരില്ലെന്ന്? എന്നെ കാണാതായപ്പോ അമ്മ പേടിച്ചോ? പഴയതുപോലെ എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് കരുതിയോ? എനിക്കങ്ങനൊന്നും പറ്റില്ല അമ്മ. കാണാനുള്ളതൊക്കെ കണ്ടിട്ടേ ഞാൻ പോവും. എവിടെ ശരവണ അവരൊക്കെ? അവർ ഇതുവരെയും വന്നില്ല, വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓ, രജിസ്ട്രേഷനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തില്ല അമ്മ? ചെയ്തു. പിന്നെ എന്താ എൻ്റെ അമ്മയുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? സന്തോഷിക്കേണ്ട ദിവസമല്ലേ അമ്മ ഇന്ന്? തെളിവുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണെങ്കിലും കല്യാണം കല്യാണം തന്നെയല്ലേ അമ്മ? അപ്പം എൻ്റെ അമ്മ സന്തോഷത്തോടെ ഇരിക്കണം. ഓക്കെ? അമ്മ, അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാ ശരവണ, സംശയമില്ല. സുജാതെ, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ശരിയായി. അല്ല,
അവരിനിയും കാണുന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഞങ്ങളും കൂടി വരാം. വാ ശരവണ. ഞാൻ ഇറങ്ങാം. ഈ വീട് എന്ത് പണിയായി കാണിക്കുന്നേ? അവിടെ അമ്മയും അമ്മാവനും ഒക്കെ വെയിറ്റ് ചെയ്യല്ലേ? നിൽക്കുന്നേച്ചി, ക്ഷീണം മാറിയില്ലേ? പെട്ടെന്ന് വണ്ടി കയറാൻ നോക്ക്. എനിക്ക് വല്ലാതെ തല ചുറ്റുന്നു. ഒരടി നടക്കാൻ വയ്യ. കള്ളം പറയരുത്. ഞാനെന്തിനാ കള്ളം പറയുന്നേ? എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. എടോ, തൻ്റെ മനസ്സറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ്റെ സമയം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ. താങ്ക് യു ഹരി. ഞാൻ കാരണം പലപ്പോഴും ഹരി ഒരു കോമാളിയായി പോകുന്നുണ്ട് അല്ലേ? ജീവിതം അങ്ങനെയല്ലേ, പലപ്പോഴും മറ്റുള്ളവരുടെ ചിരിക്ക് നമ്മൾ കാരണമാവും. അത് കുഴപ്പമില്ല.